ചെരുപ്പ് എന്തിയേ? പാല് കറന്നോ ചേച്ചി? എവിടെ വരാൻ? എവിടെ വരാനാടാ? നീ എവിടെ പോവാ? പശുവിനെ കറക്കാനോ? ആ ശരിയാ, അത് പറഞ്ഞായിരുന്നു ചാച്ചി. ഞങ്ങളെ കണ്ടു പശു പാല്. എന്തുവാടി വീഡിയോ എടുക്കുന്നുണ്ടോ? താല്പര്യമില്ലാത്ത തീയൊക്കെ ഇട്ട് പശുവിനെ കറന്നുകൊണ്ടിരിക്കുകയാണ്. അത് തട്ടിക്കളയാനാ ഇന്ന്. നന്ദനയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ പശുവിനെ കറന്നത്? അവൻ്റെ മടിയിലിരുത്തി അവനെ പശുവിനെ കറക്കാന്നുകൊണ്ട് ഇപ്പം ചെയ്തില്ലെന്നാ ചാച്ചി. അതാണ് അവൻ്റെ പ്രശ്നം. ഇനി അവളെ കഴിച്ചു വിട്ടോ. ഇതിൽ കാണിച്ചേ, അപ്പനെ കാണിച്ചേ. ഓ, അത് കിടുവിൻ്റെ വലപ്പ പിടിക്കാം. മോനെ തള്ളി പോകുന്നു. അച്ചാച്ചിൻ്റെ കൂടെ എന്ത് അച്ചാച്ചിയുടെ കാണിച്ചു? 1 ലിറ്റർ കിട്ടും നമുക്ക്. 1 ലിറ്റർ നമുക്ക് ആവശ്യമുള്ള മാത്രം. വൈകിട്ട് ഇതുപോലെ കിട്ടും, രാവിലെ ഇതുപോലെ കിട്ടും. അവനും കുറച്ച് പാല്. അവനത് പിടിച്ചില്ലെങ്കിൽ അവനത് പ്രശ്നം. അവൻ തന്നെ കൊണ്ട് കൊടുക്കണം. കുട്ടിശങ്കരൻ. അമ്മേ മേടിച്ചോ? ഇന്നലെ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടു. മഞ്ഞ് ഇറങ്ങി വരുന്ന നോക്ക്, കോടമഞ്ഞ്. ഹലോ സുന്ദര, എന്തുണ്ട് വിശേഷം? ഇവന്റെ പ്രശ്നം എന്തോ? നിന്റെ ബൈക്ക് കണ്ടോ? തിന വീണ് കിടക്കുന്നുണ്ടോ? കിളിപ്പണ്ണിന്റെ തിന വീണ് കിടക്കുന്നുണ്ടോ? തിന എടുക്കാം. ഓ എടാ, മഞ്ഞ് കണ്ടോടാ നീ? എടാ, കോടമഞ്ഞ് കണ്ടോ? അങ്ങോട്ട് ചെല്ലും ആളൂനെ കറക്കാം. പ്രസവിക്കാത്ത പശുവിനെ നീ പോയി തന്നെ കറന്നാൽ മതി. ഞാനില്ല. നന്ദനയുടെ പേരെന്തോടാ? ബേക്കറി പപ്പനോ? അത് പാപ്പി പെണ്ണല്ലേടാ. നമുക്ക് ഈ കിണ്ടർ ജോയിയോ? നമുക്കൊരു കാര്യം ചെയ്യും. തിനയുടെ എല്ലാം വിത്ത് വീണ് കിടന്ന് കിളിച്ചാണ്. തിനയുടെ വിത്ത് വീണ് കിടന്ന് കിളിച്ചതാണ്. നിങ്ങൾ തഴിച്ച എന്നെ കൊത്തിക്കളയത്തില്ലേ? ഇതെല്ലാം പറിച്ചിട്ട് കൊടുക്കാൻ രാവിലെ. പുല്ല് ഈ വെള്ളം ഒന്ന് തോർന്നിട്ട്. അങ്ങോട്ട് കയറിപ്പോയി എല്ലാരും കടിക്കുവോ ചാച്ചി? ആ പറഞ്ഞത് ശരിയാ. അയ്യ, തോളത്ത് കിടന്ന് ഉറക്കാൻ പറ്റിയ സാധനം. ഉച്ചമ്മ എന്തിയാടാ നിന്റെ? ഇന്നലെ വീഡിയോ കോളിൽ കുറേ നേരം സംസാരിച്ചു. ഉച്ചമ്മ കണ്ടുപിടിച്ചേക്കും കൊഞ്ചല് മൂത്തു. വർത്താനം പറയത്തില്ല, ബലബല മാത്രമേ പറയൂ. നാടൻ കോഴി, നാടൻ കിടു, നാടൻ കിടു, നാടൻ ആറ്റുമീന്. അത് പറഞ്ഞോ, ആറ്റുമീൻ പിടിച്ചിട്ട് കുറച്ച് ദിവസമല്ലേ. കപ്പരുത്തിരിയതേ രാവിലെ കപ്പ മാന്താ ഒരു വടി എടുത്ത് വെച്ചിട്ടുണ്ടോ ചാച്ചി? ഇന്നത്തെ വടി എടുത്തിട്ടുണ്ട്. ഇന്ന് തൊട്ട് ഉദ്ഘാടിക്കുക. വൃശ്ചികമാസം 1-ാം തീയതി. നാളെ തൊട്ട് രാവിലെ അങ്കമ്പാടി പോയില്ലേ പൊന്നു മോനെ? ഞാനും കുഞ്ഞും കൂടെ എന്നും പോണ കേട്ടോ. എന്നിട്ട് അങ്കമ്പാടി ചെന്ന് ടീച്ചറിൻ്റെ അടുത്ത് പാട്ടുമൊക്കെ പാടി കേൾപ്പിക്കും. ഏത് പാട്ടാ ടീച്ചറിനെ പാടി കേൾപ്പിക്കുന്നേ? നടന്നു മോനെ. രാവിലെ അങ്കമ്പാടി വിട്ടോണം രണ്ടും കൂടെ. ഇല്ല അന്നേരം അണ്ണാണി നിന്നെ കൊണ്ടുപോകും. പോയില്ലെങ്കിൽ നീ അങ്കമ്പാടി പോകത്തില്ല. നിന്നെ മലപ്പുറത്തെ അങ്കമ്പാടി വിടും കേട്ടോ, ഇവിടെ പോയില്ലെങ്കിൽ. പോത്താണ് എരുമയാണോ നമുക്ക് കാണാം. വീട്ടിൽ ഇരുന്ന് പഠിക്കാതിരിക്കുക. ഓൺലൈൻ ക്ലാസ് ഉറങ്ങിയ കൊച്ചാണെങ്കിൽ ഉണ്ടല്ലോ ടാറ്റ കൊടുക്കും. നല്ലോണം ഉറങ്ങിയ കുഞ്ഞാണെങ്കിൽ ടാറ്റാന്ന് കൊടുക്കും.
ഇല്ലിമുളം പാടി അച്ചാച്ചി വന്നു ഉറങ്ങിക്ക്. പക്കടപ്പം നോക്കിയേ എൻ്റെ കള്ള ഇഞ്ഞു ഇത്രയും അച്ചാച്ചിയെക്കാട്ടി നീളമുണ്ട് ഒരുത്തൻ. കൊഞ്ചുവാ കിടന്നുകൊണ്ട്. ചുരുട്ടി വെക്കണ്ട. ആന വന്നടാ. ആന ഓടിക്കണ്ടോ? പടക്കമില്ലേ ഇവിടു? പടക്കമുണ്ടോ? ഇപ്പൊ കുഞ്ഞു വലുതായി. പടക്കത്തിൻ്റെ കാര്യം പറഞ്ഞാൽ കുഞ്ഞു വലുതാവും. കാവലിരിക്കുന്നുണ്ടോടാ. അച്ചാച്ചിയോട് പറഞ്ഞു നമുക്കിന്നാ കൊച്ചുചെടി പോവാന്ന് എല്ലാവർക്കും കൂടെ. അച്ചാച്ചി അത്തോ പാത്തു മൂന്ന് നോക്ക്. പാത്തനീ പാത്തനീ എന്താ അമ്മേ പറഞ്ഞോ? അല്ല പറഞ്ഞോ? ആ വരാം. ആടായിട്ട് ആടാ ഇവിടെ പൊന്നാണോ ആണോ? ഒരു പൊന്നാണോ വലുതായോ? ആ അനി നീ പിടിക്കുക. അതായത് താടിക്ക് മാസ്ക് വെക്കുന്ന ഈ അമ്മ കാണിച്ച പണി എന്താ വെച്ചാൽ സ്വന്തം വിരൽ വാതിലിൻ്റെ ഇടയിൽ വെച്ച ഒറ്റ അടയം കടച്ച് നോക്ക്. നഖം പകുതിക്ക് വെച്ച് ഒട്ടിഞ്ഞ്. ഞാനാണേ വയനാട്ടിലൊക്കെ വെറുതെ ഇരുന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചപ്പോൾ സ്വന്തം നഖം വന്നതിൻ്റെ അന്ന് അങ്ങോട്ട് മുറിച്ചു കൊടുത്ത്. ഇപ്പം ഞാൻ പാത്രമൊക്കെ കഴുകാണ്ട് വേറെ വഴിയുണ്ടോ? രാത്രി ഞാൻ മൊത്തം കഴുകി വെച്ചതല്ലേ അമ്മ, പിന്നെ എടുത്തുകൂടെ വെച്ചോ? ഞാൻ കഴുകി വെച്ചിട്ട് കിടന്നതാ. ഇപ്പം തിരിച്ച് കഴിഞ്ഞു. ആ ആ ആ ആ ആ ആ ഇപ്പം ചവിട്ടി തേച്ച കുഞ്ഞാവ സുലുവമ്മ അച്ചാച്ചിയും കൊണ്ട് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇങ്ങോട്ട് നോക്കി ഒരെണ്ണം കയറി കിടക്കുന്നേ. പാത്തനേ അവക്ക കുഞ്ഞാവെ മാത്രം മതി. ഞങ്ങളാരും വിളിച്ചാലും മൈൻഡില്ല, ഒന്നുമില്ല. അയ്യോ പറഞ്ഞു വിട്ടേരെ. ആണോ? കിടക്കുന്ന കിടപ്പ് നോക്കിയ കാല് കുഴിയില്ല കിടക്കുന്നേ. പാത്തന്നെ പാത്തോ നീ മാമൻ്റെ കൂടെ പോവാണോ? പാച്ച് ആക്ക് നീട്ടി സ്വസ്ഥമായിട്ടിരിക്കുക. കൂടി ഇട്ട് കൊടുത്ത സുഖമായിട്ട്. ഇതെവിടെ പോവാ? ഇതേത് ബ്രീഡാ? നീ എന്തോ കുഞ്ഞാടാ? പൂച്ചക്കുഞ്ഞാ? ലൂക്ക കുഞ്ഞാണോ നീ? ആ കൊച്ചുചാക്കിയാ ഇരിക്കുന്നു നോക്കിയടാ, കുരങ്ങൻ കുഞ്ഞിരിക്കുന്ന പോലെ. പാത്തു ഇങ്ങോട്ട് വാ. പാത്തു പാച്ച് പാത്തുവേ വിളിച്ച് തിരിക്കുന്നോ നോക്കിയാ ജീവ. ഒരു ഗർഭിണി വരുന്നുണ്ട്, ഗർഭിണി. ഇവളെ ഉള്ളു ഇനി ഗർഭിണി. പിന്നെ 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 എന്തോ ജാനുവേ ആ കൊച്ചിനെ ചുമ്മാ ഇരിക്കണേ തുണി അലക്ക് ജാനു. ഉള്ള വയറ് നോക്ക്. കുറേ പിള്ളേർ കാണുമല്ലോ ഇത്. എൻ്റെ മക്കളെ എനിക്കിവളെ ചെറിയൊരു പേടിയുണ്ട്. പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ തൊടാൻ സമ്മതിക്കില്ലായിരിക്കും. പെറ്റ് കഴിയുമ്പോൾ കൊച്ചിനെ തൊടിയിപ്പിക്കത്തില്ലെന്നൊരു തോന്നൽ. ആ ആ നോക്ക് പിന്നെ കയറിടാ. നോക്ക ചേച്ചി പോയിരിക്കുന്നു. പാത്തനെ പാത്തൻ്റെ ഒരു ബെൽറ്റും അടച്ചേരെ. കൈ മാറ്റേ. ആ കൈ ഞെർക്കല്ലേ. സുലഭം ഒന്ന് ഞെറുക്കി വെച്ചേക്കുവാ. ഈ കണ്ടപ്പോൾ അങ്ങ് കെട്ടന്ന്. ഏസി കുഞ്ഞേ പാത്തപ്പണ്ണേ നീ ഫോൺ കൊണ്ടുപോക്കോ കേട്ടോ. അപ്ലോഡ് ആക്കിയിട്ട് കൊണ്ടുപോ. ആ 19% കണ്ടായുള്ളൂ. കൊണ്ടുപോക്കോ, എനിക്ക് വേണ്ട ഫോൺ. ആ ചെരുപ്പെടുത്തോണ്ട് വാ. അപ്പം നമ്മൾ കരിമ്പൊക്കെ തിന്നുകൊണ്ട് പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ചോളം നട്ടിട്ടുണ്ട്. ചോളം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു വേളയിൽ എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനുണ്ട്. അതൊരു കാര്യം ചെയ്യാം, പോയിട്ട് വന്ന വേളയിൽ പറയാം. ഇത് കുത്തനെ കിടക്കുന്ന സ്ഥലമാണ്. നല്ല കുത്തനെ കിടക്കുന്ന സ്ഥലം. ഇത് നമ്മുടെ പറമ്പല്ല. അപ്പോൾ ഇത് മൊത്തം കല്ലും വലിയ വലിയ ഉരുളൻ കല്ലുകളാണ്. അപ്പോൾ നമുക്കൊരു ലെവലിന് ഇതിനെ എടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ മറ്റ് കൃഷികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മളിപ്പം മമ്മട്ടിക്കോ അല്ലെ തൂമ്പയ്ക്കോ എന്തിനേലും ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ കല്ലേലാണ് പോയി അടി തട്ടുന്നത്. കുറച്ച് മണ്ണേ ഉള്ളൂ. അപ്പോൾ ആ ഉള്ള മണ്ണിനെ ലെവൽ ചെയ്ത് എവിടെയൊക്കെ നടാൻ പറ്റുമോ അവിടെയൊക്കെ നട്ടത്. ഇങ്ങനെ കാലി കിടന്ന സ്ഥലമാണ്. ഇതോ നമ്മുടെ വീട്.
കാണുന്നവർക്കും അയ്യേ ചോളമെന്ന്. പക്ഷെ ഞങ്ങൾ ഇവിടെ ഉള്ളവർക്ക് ഇത് ഹായ് ചോളമാണ്. അങ്ങനെ ഇവിടെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിഹ്നമില്ല മിസൈല് പോലെ പോന്നേ. അവള് തിരിച്ചു വന്നോളൂ. നമ്മുടെ ചോളത്തോട്ടം. ചോളം ഉണ്ടായോ ലൂക്കാൻ്റെ മോനെ? എന്നാ കുറന്ന് കുണുങ്ങുന്ന നീ? എടാ ഇങ്ങടാ കുറന്ന് കുണുങ്ങുന്ന നോക്കിയാ നിന്ന് ആടുന്ന അങ്ങോട്ട്. അച്ഛൻ്റെ പൊന്നെ, അച്ഛനിപ്പോ വരാവേ. എന്നാ പൊന്നെ? ആ ആയല്ലോ. ഇതാണ് ചോളം. ഫസ്റ്റത്തെ അല്ലേ? നമ്മുടെ ആദ്യത്തെ. ഇതിനിടയ്ക്ക് ഇനി ഉണ്ടോന്ന് അറിയത്തില്ല. ഇത് ഞാൻ കണ്ടു. ഇത് കണ്ടിട്ടാ മേളിൽ നിന്ന് ഇറങ്ങുന്നത്. മിണ്ടാതിരിക്കും ലൂക്ക. ഇതാവുമ്പോ നിനക്ക് തരത്തില്ലേ? ഈ കരിമ്പിനാണെങ്കിൽ ഞാൻ തരുന്നില്ല. കരിമ്പിനാ? ഞാൻ നേരത്തെ 2 പീസ് കൊടുത്തു. എടാ കയ്പാടാ ഇത്, കൊള്ളത്തില്ലടാ. ഞാൻ 2 പീസ് കൊടുത്തായിരുന്നു. ഭയങ്കര കയ്പാ, കൊള്ളത്തില്ല. നീ തിന്നണ്ട. മാത്രല്ല ഇത് തിന്നാ പുഴുപ്പല് വരും. മിണ്ടാതിരിക്കടാ. അത് തിന്നോ ലൂക്കാ? ഒരു കോണിന്റെ കുഞ്ഞിനെ കണ്ടോ? കുഞ്ഞിക്കോണ്, കോൺ കുഞ്ഞ്. ലുക്കോ മോനെ, ഈ കരിമ്പ് തിന്ന എന്താ പറ്റുന്ന പറയുമ്പോ പുഴുപ്പല്ല് വരും. പുഴുപ്പല്ല്. പിന്നെ നിന്നെ ചിരിക്കുമ്പോ കാണാൻ കൊള്ളത്തില്ല. എന്നാലും ഇന്നോ കൊണ്ടിട്ട് ചവറ്റില്ല. അപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പലരും കമൻറ്റിൽ ചോദിക്കുന്ന പോലെ കാട്ടിലെന്താ പോകാത്തതെന്ന് വെച്ചാൽ, നമ്മൾ ഈ വളരെ അടുത്ത ഇടയ്ക്ക് ഏതായിരുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോ കാടുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ പേർക്കും അറിയായിരിക്കും. അക്കാരണത്താൽ അതിന് വേണ്ട നടപടികളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശത്രുക്കളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. തൽക്കാലം കാട്ടിലേക്ക് പോകണ്ട എന്നും ഒന്ന് കരുതിയിരിക്കാനും സൂക്ഷിച്ചിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ലോക്കൽ ഇൻഫർമേഷൻസ് അങ്ങനെയല്ല. നമ്മൾ അത് അതായത് നമുക്കിപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയതെന്ന് തന്നെ കരുതിക്കോ. അപ്പോൾ കുറച്ച് സെൻസിറ്റീവാണ്. കാരണം ഈ എങ്ങനെയെങ്കിലും ഞാൻ കാട്ടിക്കയറുന്നത് നിർത്താൻ വേണ്ടിയിട്ട് ചില വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് നടിക്കുന്ന ചില ലോക്കൽ നേതാക്കന്മാർ ഇടപെട്ട് ഈ കാട്ടിലുള്ളവരുടെ അറിവില്ലായ്മയെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവരുടെ അറിവില്ലായ്മയെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഞാൻ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ കാട്ടിലോട്ട് പോകാനോ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടി നിൽക്കുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട കുടുംബങ്ങളുടെ കോൺടാക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ അവരെ നാട്ടിലോട്ട് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ വരുന്ന കുടുംബങ്ങൾ അവിടെ അവരുടെ കൂട്ടത്തിൽ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഞാൻ ആരാ വരുന്നത് എന്താണെന്നുള്ള അവരുടെ ഐഡൻറ്റിറ്റി ഞാൻ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. വരുന്നവർക്കും എനിക്കും ഇടയിൽ തന്നെ അത് നിൽക്കും. ഇനി എങ്ങാനും ആരെങ്കിലും കുടുംബങ്ങളിപ്പോൾ പറയുക ഞങ്ങളെ വീഡിയോയിൽ കാണിച്ചോ കുഴപ്പമില്ല, ഞങ്ങളവിടെ ഒറ്റപ്പെടുന്ന പ്രശ്നം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ അവരെ വീഡിയോയിൽ കാണിക്കത്തുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതായത് നമുക്കെതിരെ ആരാണോ നിൽക്കുന്നത്, ഈ ഒരു പ്രശ്നം നമ്മൾ കൊണ്ടുവന്നത് ശരിയായില്ല എന്ന് തോന്നി നമുക്കെതിരെ ശക്തമായി നിൽക്കുന്നവർക്ക് നമുക്കിപ്പോൾ സഹായങ്ങൾ എത്തിക്കാൻ പറ്റത്തില്ല. അല്ലാത്തവരെ ഒരു നിശ്ചിത ഗ്യാപ്പ് വെച്ചിട്ട് ഓരോരോ കുടുംബങ്ങളായിട്ട് നമുക്ക് നമ്മുടെ ബോർഡറിൽ എത്തിക്കുകയും നമുക്ക് സാധനങ്ങൾ കൊടുക്കാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ ഒരു ഏർപ്പാട് നമ്മളാക്കിയിട്ടുണ്ട്. അതിന് സഹായിക്കാൻ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ഉന്നത ആൾക്കാരും ഉണ്ട് നമ്മുടെ കൂടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ തിരക്കി സീതത്തോട് വരുന്നവരോട് എനിക്കൊരു കാര്യം പറയണ്ട. അങ്ങനെ ഇങ്ങനെയൊന്നും എൻ്റെ വീട്ടിലെത്താൻ പറ്റത്തില്ല. കാരണം സീതത്തോടൊരു കൊച്ചു പാലം ഉള്ളതറിയാമോ? മെയിൻ റോഡിൽ തന്നെയുള്ള പാലമാണ്. അത് പൊളിച്ചു. 6 മാസത്തേക്ക് ഇനി പണിയാണ്. അതിങ്ങനെ വീതി കൂട്ടി വരണം. പാലം പൊളിച്ചത് കാരണം എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എങ്ങാനും സീതത്തോട് വരുവാണെന്നുണ്ടെങ്കിൽ സീതത്തോട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ആരോടെങ്കിലും ചോദിക്കണം അക്കരെ കയറുന്ന എങ്ങനെയാണ്, പാലം പൊളിഞ്ഞല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അവരൊരു കൈവഴി കാണിച്ചു തരും. ആ വഴി ഇങ്ങനെ 6 ക്രോസ് ചെയ്തൊരു നടക്കുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തിൽ കൂടെ കയറി നമുക്ക് ഇക്കരെ എത്തിയിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ചു പോകാം. അതായത് നീണ്ടു കിടക്കുന്ന ഒരു റോഡ്, നടുഭാഗമില്ല. നമുക്കിങ്ങനെ വളഞ്ഞ് വന്ന് ഇവിടെ വന്നിട്ട് ഓട്ടോ പിടിച്ചിട്ട് എവിടെയാണെന്ന് വെച്ചാൽ പോവാം. അതായത് ഇനിയിപ്പോൾ വരുന്ന വണ്ടിക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 കിലോമീറ്റർ ഇങ്ങനെ ചുറ്റി നമുക്ക് ഈ റോഡിലെത്താം. സീതക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലം വഴി. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 5-6 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 1-1.5 കിലോമീറ്ററാണ്. കാരണം പന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. അയ്യോ ഇപ്പം അല്ല, ഇത് നല്ല റോഡല്ലേ.
അതുകൊണ്ട് ഇപ്പോൾ സീതത്തോട് പോകാമെന്ന് പറഞ്ഞാൽ വളരെ എന്താ നമ്മൾ വണ്ടി ഇട്ടേച്ച് നടന്നൊക്കെ പോവുക, അല്ലെങ്കിൽ ദുരിതം സംഭവിച്ച് കുറേ കിലോമീറ്റർ വലിയ കഷ്ടമാട്ടോ. 6 മാസത്തിൽ പണി തീരുമെന്ന് നമ്മൾ കരുതുന്നു. വേണമെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഏത് പാലമാണ് പൊളിച്ചത്, പിന്നെ എങ്ങനെയാണ് കൈവഴിപ്പാലം, ചെറിയ പാലം ആറ്റിക്കൂടെ തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയേക്കുന്നത്, അതെല്ലാം നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ വീട്ടിൽ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മുടെ വീട്ടിൽ എത്തിപ്പെടാൻ പറ്റത്തില്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അത്രയും പറഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് കയറിപ്പോൾ സന്ധ്യയായി, കൈമ്പ് തീരാനായി. ഇത് എത്ര പോത്ത്, ഇതിലേതൊക്കെ ഇപ്പോൾ പോത്ത്? ചിന്നു തിരിച്ചു കയറി. ശരിക്കും ചക്ക എടുത്തോണ്ട് പോന്നു. അച്ചാച്ചി ഇത് നോക്ക, അവന് ഇത്രയും വലിയ ചെറുക്കനായോ നീ? ശരിക്കും ചക്ക കണ്ടാ പിന്നെ ചക്ക മുറി നിന്റെ കാലേ വീഴുവേ. ദേ ആടി പോന്നു. ആണോ? മതി, അവിടെ വേ, ഉരുണ്ടു പോ. ആ അവിടെ വേ. കൊട്ടി നോക്കി അറിയാവോ പഴുത്തോന്ന്? പാത്തു കളിക്കാണ്ടെന്ന് പോയേ, നീ ഇന്ന് അരക്കിൻ്റെ തൊട്ടിയിരിക്കും. ഓ ഈ ചാണ്ടെണ്ണത്തിൻ്റെ കളി 24 മണിക്കൂർ. ഹലോ ഹലോ, ഏത് കുഞ്ഞിനെ? കിടൂന? എവിടെ വെച്ച്? ആ വെട്ടത്തോട്ട് വെച്ച് മുറിക്കാം. അതാ അഹങ്കാരം, ഇന്ന് കാലേ വീഴ്ത്താനാണേ. പഴുത്തോ? എടാ ദൂർന്നു പോവടാ. ഏത് കുഞ്ഞ്? കിടുവാണോ? മാമൻ ചക്ക, നമ്മുടെ ചക്ക താഴെ ഇട്ടു. വഴക്ക് പറഞ്ഞാലോ? ഈ മാമൻ്റെ ഒരു കാര്യം ആണോ? ഈ മാമൻ്റെ ഒരു കാര്യം കഴിക്കണമല്ലോ. ഞങ്ങളെല്ലാം ചക്ക തിന്നാൻ തയ്യാറായിട്ടിരിക്കും. അല്ലേ കിടുവേ? ചക്ക തിന്നിരിക്കും. എടാ പോടാ ജാക്കി. ആ പഴുത്ത് 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 ചക്ക പഴുത്ത് ചക്ക പഴുത്തു. അരക്ക് പറ്റും മോനെ കയ്യില്. ആ ഗുരുക്കൾക്ക് ആദ്യം കൊടുക്കണം. സൂപ്പർ, മുതലായി. അരക്ക കിടു, അരക്ക 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 പശ. അയ്യേ കയ്യിലൊട്ടി പശ പശ. സത്യം, അപ്പോളേ അവർ പറഞ്ഞ നല്ല ചക്കയാ നല്ല ചക്കയാ. നിന്നോട് ഞാൻ പറഞ്ഞല്ലോ ഒരെണ്ണം കൂടെ എടുക്കാന്ന്. നാളെ സൂപ്പർ ചക്ക. ഒന്നുകൂടെ പോയാലോ പ്ലാവിൻ്റെ ചോട്ടി കൂടെ? പറ്റിക്കൂല ഏതായാലും. സൂപ്പർ ചക്കയാക്കളെ. എടാ എടുത്തിരി, അവൻ എടുത്തു കൊടുത്തടാ. എടുത്തരും കേട്ടോ മാമൻ. അപ്പം എടുത്തരാം. ആദ്യം അവൻ അവൻ്റെ കാര്യം നോക്കട്ടെന്ന് പറഞ്ഞിരിക്കുമ്പോഴാ ചിന്നു നോക്കിയേ, മധുരം ഉണ്ടെന്ന് നോക്കിയേ. കൊള്ളാവോ? സൂപ്പർ. ശകല ചേച്ചി കൊണ്ട് കൊടുത്തിട്ടോ. അത് മുറിക്കാൻ നോക്കുന്നു നോക്കി. പാത്തു നേരത്തെ പശയാക്കല്ല, അത് ശകല ചേച്ചിയുടെ വായി കൊണ്ട് വെച്ചിട്ടു. അപ്പോഴത്തേക്ക് മാമൻ ബാക്കി മുറിച്ചു തരും. മാമൻ ചക്ക മുറിക്കുകയാണ്. ഒരു പാത്രം എടുത്തിട്ട് നമുക്കെല്ലാം അതിനകത്ത് അടത്തിയിടാം. നല്ല ചക്ക കേട്ടോ. ഇന്നിനി അത്താഴം വേണ്ട. ഇതേ നിൽക്കുന്നു നോക്കിയേ, ഡാഗിനി അമ്മൂമ്മ. ആ കുഞ്ഞാ ഡാഗിനി, കുഞ്ഞാ അച്ചാച്ചി ഡാഗിനി അമ്മൂമ്മ സ്പോട്ടഡ്. അതുപോലെ തന്നെ ആ അത് തന്നെ. ചാലി ചേച്ചി ചക്ക പെറുക്കാൻ എക്സ്പോർട്ട്. മനുഷ്യൻ ഇരിക്കേണ്ട കസേര കൊണ്ട് തീറ്റ വെച്ച് പിന്നെ എങ്ങനെയാ? നീ ഇതിലിട്ടോ, ഞാൻ കുരുവൊക്കെ പെറുക്കി കളയാം. അല്ലാണ്ടിട്, ചക്ക അടത്തിയിട്. എടാ അടത്തിടോ. ഞാൻ കൊടുത്തോ? അമ്മ ഒരു കോരണ്ടി തരാമോ ഇരിക്കാൻ? ഇപ്പൊ ലൂക്ക ഇപ്പൊ ഒരു അരമുറി ചക്ക തിന്നു. ചമ്പണം പൂട്ടിയിരിക്കട്ടെ, അത്രേ ഉള്ളൂ കാര്യം. ഇടയ്ക്കിട് പറഞ്ഞ സ്ഥിതിക്ക് ചമ്പണം പൂട്ടിയിരിക്കാം. അപ്പൊ എന്റെ ഒരു വീഡിയോ എടുത്തു തന്നെ മാമൻ ചുല്ലമ്മ വേണ്ട കാണിക്കുന്നു.
അച്ചാച്ചി എന്ത് ചെയ്യും? അച്ചാച്ചിനെ കാണിക്കാം. വീഡിയോ എടുക്കുന്നു. അമ്മ എന്ന് എടുത്തിരുന്നു? അച്ചാച്ചി ഒന്ന് ചേച്ചി ഹായ്, ഞാൻ പശുവിന് വെള്ളം കൊടുക്കാൻ പോവാണ് സാർ. അടുത്ത് ചെന്നിട്ട് ചേച്ചി ഹെഡ്ലൈറ്റ് നോക്കി. ചക്കവെള്ളം പട്ടി കൊടുക്കല്ലേ? പശുവിനാ. അപ്പ എന്റെ വീഡിയോ ഇല്ല. ഉണ്ട്. അപ്പ എന്താ പറയണ്ടേ? അപ്പൊ എന്തായാലും പറഞ്ഞു. ചക്കയാണ് ഗൈസ്. ഇടുവാണ് വീഡിയോ എടുക്കുന്ന ഗൈസ്. ചോദിക്കരുത്. സൂപ്പർ. പന്ന മടൽ ഏതുണ്ടടി? എല്ലാം നല്ല മടല തരത്തില്ല. പശുവിന് കൊടുക്കാൻ ആദ്യം ഞങ്ങൾ ചക്ക തിന്നിട്ട് പശുവിന് മടൽ തരും. അവൾ മണം അടിച്ചപ്പോ തൊട്ടുള്ളൂ. എടാ പുറകിൽ ഒരാളിരിക്കുന്നു, ചക്കക്കാരി. മാമൻ എന്നെ കരപ്പിക്കാൻ നോക്കുക. കരയിപ്പിക്കാൻ നോക്കുവാണോ? പക്ഷെ നമ്മൾ കരയത്തില്ലല്ലേ. ഈ ചക്കയുടെ കുരു കളയാൻ അപ്പനെ സഹായിക്കുവോ? ആരാ സഹായിക്കുന്ന അപ്പനെ? അത് നീ ഇപ്പം തിന്നിട്ട് മതി അപ്പം കളഞ്ഞോളാം. മാമൻ അങ്ങനെ ചക്ക അടത്തി തരുന്നു. ഒരാളിവിടെ ഡാഗിനിയമ്മും ഇവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. അപ്പം പെട്ടെന്ന് വടി ഇടിച്ചിരുന്നപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അച്ചാച്ചി താടിയോട്ട് നിന്നപ്പോൾ കുട്ടൂസനും രണ്ടോടെ ചേർന്ന് നിൽക്കുമ്പോൾ ശരിയായി. ഇതേ ഇരിക്കുന്നു ലുട്ടാപ്പി. ഇടയ്ക്കൊരു കുന്തത്തപ്പോ കൊണ്ട്. ചക്കപ്പഴം വേണോ? തരാമല്ലോ. കൊടുക്കണം കേട്ടോ. അങ്ങനെയാ? കട്ടി കുറവാ. വിയറ്റ്നാം വേർലി പോലെ ഉണ്ട് ടേസ്റ്റ്. അത് തന്നെ നല്ല പോളിംഗ് ആണല്ലോ. ഇതിപ്പോ മുതലാവണമെങ്കിൽ ഇപ്പൊ ആർക്കൊക്കെ കൊടുക്കും? നല്ല വെള്ളമൊന്നും കേറിയിട്ടില്ല. എന്തോ വരിക്കല്ലേ മേ? ആ ചക്കയോ? ആ ശരിയാ, സ്പൈഡർമാൻ പ്ലാവ് വഴിയായിരുന്നു പോകുന്നത്. ഞാനപ്പോൾ ഇതിൻ്റെ കുരുവെല്ലാം കളയട്ടെ. തിന്നോണ്ടിരിക്കുക അല്ലേ? കുരു ചുലുവമ്മയുടെയാ. ചുലുവമ്മ മെഴുക്കുരട്ടി വെക്കും. അച്ചാച്ചി ചക്ക എടുക്കുന്നത് മടൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എടാ നമുക്ക് അച്ചാച്ചി ഒരു കുട്ടൂസനായിട്ട് ഒരുക്കാം. ചുല്ലുമ്മ ഡാഗിനിയെ മൂമ്മയാക്കി നിർത്താം. നിന്നെ ലുട്ടാപ്പി ഒരു കൊമ്പൊക്കെ വെച്ച് ഒരു കറുത്ത നിക്കറൊക്കെ ഇടിച്ച്. ചക്ക കൊള്ളാം. മാമ മായാവി. ഇതെന്റെ ദീപുവിന്റെ എന്നെ ഉപദേശിച്ച ഇപ്പോൾ ചമ്പർണം പണിഞ്ഞിരിക്കുന്നു പറഞ്ഞ്. ഇത് അമ്മൂന് നല്ല ചുള. എനിക്ക് ലൂക്ക ചക്ക തിന്നുവന്നോടെ? ആർക്കും ഇപ്പൊ കൊജാനുനാവൊന്നും വേണ്ടെന്ന് എൻ്റെ സിഗ്മകളിന് മൈൻഡ് ആക്കുന്നില്ല. ചക്കക്കുരു മെഴുക്കുരട്ടി വെക്കാൻ. നമുക്ക് നാളെ ചക്കക്കുരു മെഴുക്കോട്ടി വെച്ചിരും ചുലുവമ്മ അല്ലേ? ആ കൈ വയ്യല്ലോ. ചുലുവമ്മയാണോ ഉച്ചയമ്മയാണോ അല്ലേ? ആണല്ലേ? രാവിലെ എണ്ണിച്ച് കണ്ണ് തുറന്ന് ഉറക്കപ്പിച്ചോട് ചോദിക്കുക ഉഷയമ്മ എന്ത് ചെയ്യും, എവിടെ പോയെന്ന്. അവന്റെ വയനാട്ടിലായിരുന്നു അന്നേരം ഉറക്കത്തില്. ഉഷയമ്മയാണോ സുരയമ്മയാണോ അല്ലേ? ആരെയാ ചാരി ഇരിക്കുന്ന നീ? നിർമ്മലാമ്മ അതല്ലെന്ന് അവൻ പറയുന്നത്. അവന്റെ സങ്കല്പത്തിലെ നിർമ്മലാമ്മ ഒരു ഗുണ്ടയല്ലേ? അല്ല, നിർമ്മലയമ്മൂമ്മ ആര് പറഞ്ഞതാ? അതാ കുഞ്ഞാവയുടെ അച്ഛൻ. കുഞ്ഞമ്മയുടെ അച്ഛനോ? ഞാൻ ഒളിച്ചിരുന്ന് കാണിച്ചു കൊടുത്തടാ. ഇതാടാ ദാമോദരൻ. അവനും പേടിച്ചു, ഞാനും പേടിച്ചു. മതി തിന്നത്. എന്തുവാ ഇത്? പോരായോ? ചക്ക കൊണ്ടുവന്ന പൊത്തോട്ട് ഒരുത്തൻ അലയ്ക്കുക. ചക്ക മുറിക്കുവോ? ചക്ക, മാങ്ങ, പേരയ്ക്ക, തേങ്ങ ഇവയൊക്കെയെല്ലാം നല്ലോണം ഞാനിന് ചോറും കറിയേ ഉള്ളു തിന്നാൻ പറ്റാത്ത. സുലുവേ നല്ല പോളിംഗ് ഉണ്ട്. രാവിലെ പറയണ എനിക്ക് ഷുഗർ കൂടി, എൻ്റെ കൈ പൊളക്കുന്നു, കാല് പൊളക്കുന്നു. എനിക്ക് വേണ്ട. ഇവിടെ പങ്കൊന്നുമില്ല. പങ്കാളികളൊന്നുമില്ല. ദേ ഒരെണ്ണം പാത്രത്തിലോട്ട് ഇടുവെന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് പോൾ ചെയ്തോണ്ടിരിക്കുന്നു. അതെ, അവിടെ രണ്ട് കണ്ണുകൾ കാണുന്നുണ്ടോ? ചക്ക തിന്നാനുള്ള കണ്ണ. അതേത് പെങ്കൊച്ച? അവളും അവൻ്റെ കൂടെയാ? ഇപ്പുറത്തോ? ആ കൂടെ ഗർഭിണിക്ക് ചക്ക നല്ലതാ. ഞങ്ങളപ്പോ
വിടുന്നില്ല. ആ കാര്യം ഞാൻ അച്ചാച്ചി അവനെ അംഗൻവാടി കൊണ്ട് വിടുന്നില്ലെന്ന് അച്ചാച്ചി ഇല്ലെന്നോർത്ത് പറഞ്ഞു. കാര്യമൊന്നും അല്ല, അതാണ് കാര്യം. അപ്പൊ അച്ചാച്ചി പറഞ്ഞാൽ നമ്മള് ഒരു പാടത്ത് പോകുന്നു, നെല്ല് വിതയ്ക്കുന്നു, ആ ചേറിക്കൂട് ഉരുളുന്നു, എന്റെ കുഞ്ഞിനെ അത് കാണിക്കണം. പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. കണ്ടോ ഇല്ലല്ലോ. പിന്നെ ചേറിനകത്ത് ഞങ്ങൾക്കില്ലേലും ഞാനിവിടെ കരനെല്ല് കൃഷി ചെയ്ത ഞാൻ മാത്രമല്ല ഉള്ളത് ഈ പഞ്ചായത്തിൽ. കിടൂനെ എന്തായാലും വയലിൽ കൊണ്ടുപോയിട്ട് ഞാറ് നടുന്നതും അത് ഞാറ് നടുന്നത് തൊട്ട് അത് അരിയായി എപ്പോഴും കൊയ്യുന്ന സമയത്തും പോയി ഞാറ് നട്ടത് അരിയാകുന്നവരെ കുഞ്ഞിനെ ഞങ്ങള് പറഞ്ഞു കൊടുക്കും. അതിന് മുന്നേ ഉള്ള പണി കണ്ടം പൂട്ടുന്നതും കണ്ടം വഴി ഓടുന്നതും ആ അത് വേറെ അത് അവിടുന്ന് പോയി. കണ്ടം വഴി ഓടുന്ന കണ്ടം വഴി ഒരു ഓട്ടമുണ്ട്. ആ സുലു മാത്രമേ ഈ വീട്ടിൽ ഓടാനുള്ളൂ. ബാക്കി ആർക്കും ഒരു കുഴപ്പമില്ല. കണ്ടം വഴി ഓടേണ്ട ആവണം. ഇപ്പം ആ ഓടിച്ച് കാണിച്ചത് പാവം തന്നെ തിന്നുന്നുണ്ട്, സ്വയം പര്യാപ്തൻ. അതെ, ചകിണിയൊക്കെ കളഞ്ഞ് തിന്നു നോക്കി. വയ്യ അല്ലേ? ഞാൻ ചക്കയുടെ ഇത് കൊടുത്തു. ഈ വർഷം നമുക്ക് ചക്കയും മാങ്ങയാകുമ്പോൾ നമുക്ക് വയനാട്ടിൽ പോകണം കേട്ടോ. ചക്കയും മാങ്ങയും പിന്നെന്താ കുഞ്ഞവിടെ ഉള്ള പേരയ്ക്ക എല്ലാം തിന്ന് തീർത്തിട്ട് നമുക്ക് വരാം. കഴിഞ്ഞ വർഷം കുഞ്ഞാവിടുന്ന് കുറേ മാങ്ങ കൊണ്ടുവന്ന് ഞങ്ങൾ പോയിട്ട് ഒത്തിരി മാങ്ങ. നമുക്കൊരു ട്രിപ്പ് പോയിട്ട് എല്ലാം തിന്ന് തീർത്തിട്ട് ഒരാഴ്ച ലീവിന് പോവുക, പോയിട്ടെല്ലാം തിന്നെ തിരിച്ചു വരിക കേട്ടോ. ഇടൂ ചക്കയും മാങ്ങയൊക്കെ നമുക്ക് തിന്നണേ. ആ കുരു അതിന് മെടുക്കോട്ട് വെക്കാൻ കുരു സൂക്ഷിച്ചു വെച്ചേക്കുന്നേക്ക്. അതിന് അവിടെ അല്ല വെക്കുന്നത്. അതെല്ലായിടത്തും കൂട്ടി വെക്കുന്നുണ്ട്. അല്ല കറക്റ്റ് എടുത്ത് കൂട്ടി വെക്കുന്നത് നോക്കടാ, മെഴുക്കുവരട്ടി വെക്കാൻ. എൻ്റെ കുഞ്ഞു മെടുക്കനാ. കള്ളം പറയാതെ ആര് എന്തിയാ കുരു മാറ്റി കാണിച്ചു തന്നെ? ചക്ക മാറ്റിക്കേ. ആ അരക്കിലിട്ടങ്ങ് ഇളക്കി കണ്ട കുഞ്ഞു കൂട്ടി വെച്ചേക്കുന്ന. ആ ഇപ്പോഴാ സ്പൈഡർമാൻ്റെ വല. സ്പൈഡർമാൻ്റെ വല ചുമ്മാ അല്ലാവും പറഞ്ഞു സ്പൈഡർമാൻ്റെ വലയെന്ന്. എനിക്കിപ്പോഴല്ലേ ഇടി കിട്ടിയത്. എന്നാ ചക്കക്കുരു എന്തോ സംഭവം ഉണ്ട്. നാണം ഒന്നും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തെ മാമന് ചക്ക വായി വെച്ച് കൊടുത്തിട്ട് നാണമായി കാണുന്നത്. അരക്കിൻ്റെ അകത്തായിരുന്നു ചക്ക. കൊഞ്ചാണേ, വയറും കാണിച്ച് നടക്കുക നയൻതാര. ഇപ്പോഴവന് മനസ്സിലായി സ്പൈഡർമാൻ്റെ വല ചക്കയരക്കാന്ന്. അതിലിട്ട് പെരട്ടുക.